ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞു പ്രണയം ഒരു പ്രായത്തിൻ്റെതല്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് പ്രണയിക്കാൻ ഒരു പ്രായം ഇല്ല എന്നതല്ലേ അതിൻ്റെ ഒരു സത്യാവസ്ഥ? അപ്പോൾ ഞാൻ ഇന്ന് ആശുപത്രിയിൽ നിന്ന് വരുമ്പോൾ എൻ്റെ കൊളീഗ് പറയുമായിരുന്നു, ഇന്ന് അവരുടെ കുഞ്ഞ് രണ്ടാം ക്ലാസ്സുകാരി സ്കൂളിൽ പോകുന്നതിന് മുന്നേ അമ്മയോട് ചോദിച്ചിടത്തേ, അമ്മ ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേന്ന്. അപ്പോൾ അമ്മ ഞെട്ടി, ഈ 2 വയസ്സ് രണ്ടാം ക്ലാസ്സുകാരിക്ക് എങ്ങനെയാണ് വാലന്റൈൻസ് ഡേയെ പറ്റിയത്? എനിക്ക് തോന്നുന്നു ഈ സ്നേഹം, ഫ്രണ്ട്ഷിപ്പ്, അത്തരം കാര്യങ്ങളെല്ലാം മനുഷ്യനിൽ അന്തർലീനമായിട്ടിരിക്കുന്നതിന് കൊണ്ട് തന്നെ അതിന് വലിയൊരു പ്രായഭേദമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും പൊതുവേ കഥകളിലാണെങ്കിലും റൊമാൻസിൻ്റെ സങ്കല്പങ്ങളിലാണെങ്കിലും അതെല്ലാം ഒരു 13 വയസ്സ് മുതൽ മേ ബി 25-30 വയസ്സ് വരെയുള്ള ഒരു സംഭവമായിട്ടാണ് ആൾക്കാർ കാണുക. പക്ഷേ ഞാൻ അങ്ങനെ കാണുന്നില്ല. അത് എറിക് എറിക്സന്റെ സ്റ്റേജസ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവും. ഒരു അമ്മയ്ക്ക് കുഞ്ഞിനോടുണ്ടാകുന്നതിലും എല്ലാം ആ സ്നേഹമുണ്ട്. പ്രണയം എന്ന വാക്ക് ബോണ്ടിങ്, അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നതെല്ലാം ആ ട്രസ്റ്റും സ്നേഹവും എല്ലാം കുഞ്ഞമ്മയുടെ ഉദരത്തിൽ വരുമ്പോൾ തന്നെയുണ്ട്. അപ്പോൾ എല്ലാ സ്റ്റേജസിലും ഉറപ്പായും സ്നേഹത്തിൻ്റെ അടിത്തറയുണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പ്രണയദിനത്തിൽ പറയുന്ന പ്രണയത്തിനൊക്കെ യൂഷ്വലി ഒരു 20 മുതൽ 40 വയസ്സുകളിലാണ് നമ്മൾ ഏറ്റവും മാനം നൽകുന്നത്. അതിൻ്റെ തുടക്കം അതൊക്കെ മുന്നേ ഒരു ടീനേജ് സമയത്ത് തുടങ്ങുമെങ്കിലും 20 to 40 ആണ് എറിക് എറിക്സനെ സംബന്ധിച്ച് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ എന്ന് പറഞ്ഞത്. ഇൻറ്റിമസി ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് ആ സമയത്ത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ പങ്കാളിയെ കണ്ടെത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വികാരം. ഈ പങ്കാളിയെ കണ്ടെത്തുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ കണ്ടെത്തുന്നതിൽ അവരുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റും ബോണ്ടിങ്ങിലുമെല്ലാം പ്രണയം തന്നെയാണ് വെളിവാകുന്നത്. ആ പ്രണയത്തിലാണ് അവർ തമ്മിലൊരു ഉടമ്പടി തന്നെ, ജീവിതം മുന്നോട്ട് ഒരുമിച്ച് എന്ന് പറയുന്ന ഒരു ഉടമ്പടി വരുന്നതും ആ പ്രണയത്തിൽ. അതിനെ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയാം. ഒപ്പം അതിനോടൊപ്പം കാമം, അല്ലെങ്കിൽ ലോയൽറ്റി, സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് നിൽക്കും എന്നുള്ള ഒരു പ്രോമിസ്, ഇതെല്ലാം ആ പ്രണയത്തിൽ വരുന്നു. എന്നാൽ ചില പ്രണയങ്ങൾ അങ്ങനെ ആയിരിക്കണം എന്നുമില്ല.